ആരാ പറഞ്ഞത് ഗേൾസ് ട്രിപ്പ് വൈബല്ലത് ആരാണ് പറഞ്ഞത്? ഓ മൈ ഗോഡ്. സമയം ഇപ്പോൾ 6:25. അപ്പം ഇന്ന് ഒക്ടോബർ 4 നമ്മൾ കുറേ നാളായി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കാളും മുന്നേ ഞാൻ ഓൾറെഡി ഞങ്ങൾ കടമക്കുടി പോണൊരു വ്ളോഗ് എടുത്തിരുന്നു. പക്ഷെ ടിൽ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെനിക്ക് പോസ്റ്റ് ചെയ്യണം നല്ല അതിയായ ആഗ്രഹമുണ്ട്. ഞങ്ങൾ എവിടെയാണ് പോണത്, ആരൊക്കെയാണ് പോണത് എന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇന്നലെ വൈകുന്നേരം 6 മണിക്കത്തെ സമയം അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചു എന്താ പെയിൻറ് ചെയ്ത് വെച്ച പോലെ, അതിനേക്കാൾ അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ അതും കൂടി ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് ഒക്ടോബർ 3 സൺസെറ്റ്. എന്ത് രസാ കാണാൻ.
ഗായ്സ്, അപ്പോൾ നമ്മൾ എൻ്റെ ഫാഷൻ പരിപാടിക്ക് ശേഷം ഞങ്ങൾ റിയാലിറ്റിയിലോട്ട് വന്നു. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞ ടൈമൊക്കെ മാറിപ്പോയി. 2 മണിക്ക് ഇറങ്ങേണ്ട ഞങ്ങൾ ഇറങ്ങിയത് 3 മണിക്ക് ആയി. ഗൈസ്, അപ്പം നമ്മൾ ഊബറിലാണ് പോണത്. കാരണം നമ്മളെ കൊണ്ടുവിടാനും നമുക്ക് ആർക്കും ഡ്രൈവിംഗ് അറിയെങ്കിലും ഓടിക്കാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് നമ്മൾ വി ചൂസ് ഊബർ, ദ സേഫസ്റ്റ് വൺ. അപ്പം 4 പേർക്കാണല്ലോ ഒരെണ്ണത്തിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റുക. ബാക്കി 4 പേര് അവിടെ നിൽക്കുകയാണ് അവരുടെ ഊബറിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളാണ് കേട്ടോ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. കാറാണ് ഊബറാണെന്നൊന്നും നമ്മൾ നോക്കിയില്ല. കാറിൽ കയറിയപ്പോൾ തന്നെ നമ്മൾ വൈബ് ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സിൻ്റെ ട്രാവൽ ഉണ്ടായിരുന്നു. സോ നമ്മൾ ഫുൾ വൈബിങ് ആയിരുന്നു. ഒന്നാമത് ആ ചേട്ടൻ്റെ വണ്ടിയിൽ പാട്ടുണ്ടായില്ല. അപ്പം ഞാൻ എൻ്റെ ഫോണിൽ പ്ലേ ചെയ്തിട്ടാണ് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോകും നേരം മത്തപ്പൂവ് പൂക്കും പോലെ പൊട്ടും തൊട്ടെന്ന് കണ്ണിൽ പെട്ട് ആറ്റം ബോംബ് ചങ്കിൽ വീണപ്പോൾ കൺവിട്ടിടാതെ നിൽപ്പാണവൻ ഷോക്കടിച്ചപ്പോൾ ദൈയന്തം വിട്ട് തൊലിമേലെ നുള്ളി നോക്കണ കണ്ണിൽ അങ്ങനെ ഞങ്ങൾ ഫൈനലി ബീച്ച് റിസോർട്ടിലെത്തി. അപ്പോൾ ഇത് നമ്മുടെ ചെറായിലുള്ള അലൈ ബീച്ച് റിസോർട്ടാണ്. ആൻഡ് മറ്റവർ നമ്മുടെ കൂടെ ഉണ്ടായവർ വന്നിട്ടില്ല. സോ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവർ വരുന്ന സമയം നമ്മൾ ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. അവർ വന്നിട്ടേ ഉള്ളിൽ കയറാമെന്ന് നിർബന്ധം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് അവിടെ ഒരു ഗ്രില്ല് പോലത്തെ സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കടലായിരുന്നു. ആ ഒരു ഫീലിംഗ് നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല. ഫസ്റ്റ് കാര്യം ഇതാണ്. തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച് വന്നിട്ടുള്ളത്. ഇവിടെ മൊത്തം 2 ഫ്ലോറിലായിട്ട് 4 ബെഡ്റൂംസാണ് ഉള്ളത്. അപ്പം 4 ബെഡ്റൂംസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ഹോം ടൂർ, അല്ല റിസോർട്ട് ടൂർ. ഞാനിവിടെ കിടക്കാം. Oh my god, this is the bathroom. That's about the first floor and the second floor.
മൈ ഗോഡ്. അത് എല്ലാ റൂമിലും വ്യൂ ഉണ്ട്. ആൻഡ് കിച്ചൺ നമ്മൾ കയറില്ല. Oh my god. ഹായ്. ഫോട്ടോ എടുക്കാൻ ലയിച്ചുണ്ടോടോ? സൂപ്പർ. എടോ റെഡ് എല്ലാം രണ്ട് റെഡ് മറ്റേ കാണിക്കൂലോ ഞാനാ ആരാ ജയിച്ചത്? അവിടെ ഏറ്റവും ഫ്രണ്ടില് വേറെയാണല്ലോ ഇത് വെച്ചിരിക്കുന്നത്. 4 ഇട്ടാ മതിയാ? ഇനി ആവശ്യമുള്ളത് ഇട്ടോളൂല്ലേ? അധികം കൂടുതൽ എനിക്ക് കൂടുതൽ ഇഷ്ടമല്ല, ഞാൻ കുടിക്കൂല. 8 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. 6 ഗ്ലാസ് വെച്ചിട്ടില്ലേ? ടീ ബാഗുകളൊക്കെ വെച്ചു അല്ലേ ശുഭ മാം? ടീ ബാഗുകളെല്ലാം വെച്ചു. കാണണില്ല മക. ടീ ബാഗുകളൊക്കെ വെച്ചു. ചായ തിളച്ചാൽ മതി ഇതിലേക്ക് ഒഴിക്കും. ഇതാവുമ്പോ പിന്നെ കുഴപ്പമില്ല. ഇവിടെ നോക്കുമ്പോ നല്ല വ്യൂ. എന്താ അതിന്റെ ഉള്ളില്? ഇത് തൊട്ട കൈവെട്ടുന്ന ഫ്രിഡ്ജിൽ. I need to go.
നിഴലറിയാതെ നിലവുകളിൽ ഒരു ചിരി കനവുമായി നിൻമുഖം ഇനിയൊരു ജന്മം. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ബീച്ചിലോട്ട് പോകാനായിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് നമുക്കൊരു ഓട്ടോ കിട്ടി. അങ്ങനെ 2 ട്രിപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നാക്കിയത്. കാറ്റാടി ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയത്. ചെറായിലേക്ക് പിന്നെ പോകാനായിട്ട് തോന്നിയില്ല. അപ്പോഴത്തേക്ക് നേരമൊക്കെ ഇരുട്ടിയായിരുന്നു. വണ്ടിയില്ല. This is Qatari beach. Ria? അയ്യോ പല്ല്. അച്ചടാ. നമുക്ക് ഓടാം. ചെരുപ്പൂരിട്ടിട്ട് ഓടാം. എനിക്ക് നനയരുത് കേട്ടാ. എനിക്ക് നനയണ്ട. With you, my sweet love, there's nothing wrong. Contemplating God under the chemtrails over the country club. നമ്മൾ അധികം നേരമൊന്നും അവിടെ നിന്നില്ല. ഓൾമോസ്റ്റ് ഒരു 1 hour നിന്നു. ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ നമ്മളവിടെ നിന്ന് നടന്ന് കാൽനടയായിട്ടാണ് ഞങ്ങൾ നടന്നത്. ആകെ 2-3 കടകളൊക്കെയാണ് അവിടെ ഉള്ളത്. ഇതാണ് എനിക്കൊരു ഡ്രോബാക്കായിട്ട് തോന്നിയത്. കാരണം റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കുറവാണ്. എന്നിട്ട് ഞങ്ങൾ ഏതോ ഒരു കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി അവർ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അതൊരു പ്ലസ് പോയിൻ്റാണ്. ബീച്ചിൽ നിന്ന് ഏർലി മോർണിംഗിൽ പുറപ്പെട്ടെങ്കിലും ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ഇരുണ്ട് പോയി. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ പൂളിലൊക്കെ കുളിച്ച് പിന്നൊക്കെയാണ് ഫുഡ് വന്നത് കേട്ടോ. ബാക്കിക്ക്
കുറേ സമയത്തെ കലാപരിപാടികൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും നല്ല കടലിൻ്റെ കാറ്റൊക്കെ കൊണ്ട് നല്ല അടിപൊളി ഫുഡല്ല കുഴപ്പമില്ലാത്തൊരു ഫുഡ് കഴിച്ചു. നിങ്ങൾ ഇങ്ങനെ റിസോർട്ടിലൊക്കെ വരുമ്പോൾ നല്ല റെസ്റ്റോറൻറ്റുള്ള സ്ഥലത്തേക്ക് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം, അതായിരിക്കും നല്ലത് കേട്ടോ. നമുക്ക് ഫുഡൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് പിറ്റേന്ന് ആസ് യൂഷ്വൽ കുറച്ച് നേരത്തെ നമ്മൾ എണീറ്റിട്ട് നമുക്ക് ആലോചിച്ച് നോക്കുക, നമ്മൾ എണീറ്റിട്ട് നേരെ ഓപ്പൺ ചെയ്യുന്നത് കടലിലോട്ടുള്ള വ്യൂ ആണ്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ തന്നെ ആ കടലിൻ്റെ തിരയുടെ സൗണ്ടൊക്കെ കേട്ടിട്ടാണ് കിടന്നുറങ്ങിയത്. ഭയങ്കര സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. അത് വേറൊരു കാര്യം കേട്ടോ. പുതിയൊരു സ്ഥലത്ത് വന്ന് കിടന്നുറങ്ങാൻ എൻ്റെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായില്ല. നല്ല സമാധാനമായിട്ട് കിടന്നുറങ്ങി. ഗൈസ്, അപ്പം ഇന്നലത്തെ കോലാളമൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി. ഇന്ന് സൺഡേ ആണ്, 5 ഒക്ടോബർ. ഇന്ന് കാലത്ത് തന്നെ പൂളിൽ പോകാൻ നോക്കുകയാണ്. പൂളിൽ പോകാനായിട്ട് കാരണം നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. 12 ആകുമ്പോൾ നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ പൂളിൽ പോകാൻ ആരും ഇല്ല ആ പൂളിൽ. ഞാൻ മാത്രമേ ഉള്ളൂ. ഇടിയപ്പം മോഡലേ ഇവിടെ ഇരുന്ന് കഴിച്ചാലോ? ഫോണ് തട്ടും തട്ടിയ പട്ടം കണക്കിന് ചേച്ചിനെ ഇന്നലെ വിളിച്ചിട്ട് കിട്ടുണ്ടായില്ല. അതൊക്കെ പിന്നെ പറയാം. തന്നെ വിളിച്ചാൽ മതിയായിരുന്നു. സ്വിഗ്ഗി ഒന്നും ഇവിടെ കിട്ടില്ല, നീ അറേഞ്ച് തന്നാ മതി. അപ്പോഴും നീ കഴിക്കുന്നുണ്ടായിരുന്നു, ഫോണിലും ഉണ്ടായിരുന്നു, ഫുഡും ഉണ്ടായിരുന്നു. ഓക്കെ അപ്പം ഞാൻ പെട്ടെന്ന് പൂളിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ റൂമിലെത്തി. ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ പൂളിലേക്ക്. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കാരണം ചെക്കൗട്ട് ചെയ്യണം, 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം എന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 12:30 ആയെങ്കിലും നമ്മൾ ആ ഒരു ഇത് പെട്ടെന്ന് ഇറങ്ങാനുള്ളൊരു വെപ്രാളം കാണിച്ചിരുന്നു. പക്ഷെ ഇറങ്ങിയപ്പോൾ നേരമായിപ്പോയി. അതിനുശേഷം നമ്മൾ അഗെയിൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നിങ്ങൾക്ക് ഈ ഫുഡൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിട്ട് തോന്നുമെങ്കിലും ഒരു വകയ്ക്ക് കൊള്ളില്ലായിരുന്നു എനിക്ക്. ഞാൻ ആകെ അതിൽ നിന്ന് കുറച്ചേ മാത്രം കഴിച്ചുള്ളൂ. കാരണം ഒട്ടും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായിരിക്കും എന്ന് അറിയില്ല. ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെയായിരിക്കും അവരുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഫുഡ് മാത്രം
ഞങ്ങൾക്ക് നോ ഡീലായിരുന്നു, ബാക്കിയൊക്കെ ഡീലായിരുന്നു. നമ്മള് പോവാണ്. എൻ്റെ മേക്കപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഫോട്ടോസ് അധികം എടുത്തിട്ടുണ്ടായില്ല നമ്മൾ. അപ്പം ഞാൻ തന്നെ ട്രൈപോഡൊക്കെ വെച്ച് സ്വന്തമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ കോലാഹലമാണ് നിങ്ങൾ ഈ കാണുന്നത്. കാരണം എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ ബിസി ആയിരുന്നു. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് 2-3 എണ്ണമൊക്കെ എടുത്ത് തന്നായിരുന്നു കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ അതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാക്ക് ടു നമ്മളുടെ ശരിക്കുള്ള റിയാലിറ്റിയിലോട്ടുള്ള യാത്രയാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു, അത്രയേ ഉള്ളൂ നമ്മളെ ട്രിപ്പ്. അപ്പോൾ 2 ദിവസം മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഫുഡിൻ്റെ ഒരു സ്റ്റാവിങ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. നമ്മൾ എറണാകുളത്ത് പോയി, നമ്മൾ സ്ട്രീറ്റിൽ എറണാകുളത്ത് പോയി. ഞാൻ ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത്. അത് കഴിച്ച് സന്തോഷമായിട്ട് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു. അപ്പോൾ 2 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. നിങ്ങളെല്ലാവരും ഓഫീസ് വർക്ക് ചെയ്യണവരൊക്കെ എല്ലാവരും മന്ത്ലി അല്ലെങ്കിലും ഒരു 2 months കൂടെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു വൈബിങ്ങിന് നിങ്ങൾ പോകണം. അത് ഗേൾസ് ട്രിപ്പോ ബോയ്സ് ട്രിപ്പോ എങ്ങനെ വേണമെങ്കിൽ ആവാം. ഇത് അടിപൊളിയായിരുന്നു. അതിൻ്റെ ഒരു മെമ്മറിക്ക് ഇതിവിടെ കിടക്കട്ടെ. ഒരു മിനിറ്റ്.